പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം സഞ്ചരിച്ച കാറുകൾ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർമാർക്ക് ഇഡി നഷ്ടപരിഹാരം നൽകി. കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചുകൂട്ടിയ നെറുകേടിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണം നൽകിയെന്ന് കുറച്ചുകൂടി വ്യക്തമായി പറയേണ്ടതുണ്ട്. കേസിന്റെ മുന്നോട്ട് പോകുന്ന വഴികളിൽ ഉത്തരവാദികളിൽ നിന്ന് കോടതി നടപടികൾ പ്രകാരം തുക ഈടാക്കുന്ന വകുപ്പുകൾ ഉണ്ടാകുമെങ്കിലും ഇവിടെ മുൻനിരയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ അണികൾ വഴി നാടിന് കൊടുത്ത സന്ദേശം എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വീണ വിജയൻ ആരാണ്? ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു നേതാവാണോ? പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ല. പക്ഷേ വീണ വിജയന്റെ പ്രശ്നം കേരള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനത്തിനേറ്റ അടിയായി മാറി. അതെങ്ങനെയാണ്? കേരളം ഒന്നടങ്കം ചോദിച്ച ചോദ്യമാണ്. 2 ലക്ഷം രൂപയിലേറെയാണ് വെള്ളിയാഴ്ച ഇഡി കൊച്ചി ഓഫീസ് 3 കാർ ഡ്രൈവർമാരുടെയും അക്കൗണ്ടിലേക്ക് കൈമാറിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീകാര്യം സ്വദേശിയായ ഡ്രൈവർ ശ്യാംരാജ് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിലെത്തിയിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള ദുരൂഹ പണമിടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇഡി പരിശോധന. ഉദ്യോഗസ്ഥ സംഘം മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. വാടകയ്ക്കെടുത്ത 3 കാറുകളിലാണ് സംഘം റെയ്ഡിലെത്തിയത്. ശ്യാംരാജിന്റെ കാറിനാണ് കാര്യമായ കേടുപാടുണ്ടായത്. ഇൻഷുറൻസ് തുക ലഭിക്കാത്തതിനാൽ കാർ നന്നാക്കാൻ ചെലവായ 1.75 ലക്ഷം രൂപയും ശ്യാംരാജിന് നൽകി. തിരുമല സ്വദേശി ലാൽ ഗോപാലൻ, വള്ളക്കടവ് സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരുടെ കാറുകൾക്ക് ഇൻഷുറൻസ് തുകയിലധികം വന്ന ചെലവും ഇഡി കൈമാറി. നിയമവാഴ്ച എന്നത് കോടതി മുറികളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ആശയമല്ല, രാഷ്ട്രീയ സംസ്കാരത്തിന്റെ അടിത്തറ കൂടിയാണത്. ഒരു അന്വേഷണ ഏജൻസി പരിശോധനയ്ക്കായി എത്തുമ്പോൾ അതിനോട് നിയമപരമായ രീതിയിൽ പ്രതികരിക്കുന്നതും അതിനിടെ പൊതുമുതലിനോ സ്വകാര്യ സ്വത്തിനോ നാശനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാന മര്യാദയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നടന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയതായും പിന്നീട് ഡ്രൈവർമാർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നഷ്ടപരിഹാരം നൽകിയതായും പുറത്തുവരുന്ന വാർത്ത പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? കുറ്റക്കാർക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? നിയമപ്രകാരം നഷ്ടം എങ്ങനെ ഈടാക്കും എന്നീ കാര്യങ്ങൾ അന്വേഷണത്തിന്റെയും കോടതിയുടെയും പരിധിയിലാണ്. നിയമം അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ. എന്നാൽ അതിനപ്പുറം ഈ സംഭവം സമൂഹത്തിന് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതിന്റെ പ്രവർത്തകരുടെ പെരുമാറ്റം ആ പാർട്ടിയുടെ പൊതുചിത്രത്തെ സ്വാധീനിക്കും. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ പ്രതിഷേധം അക്രമത്തിലേക്കോ സ്വത്ത് നശിപ്പിക്കലിലേക്കോ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യില്ല. കാരണം അത്തരമൊരു സമീപനം നിയമവാഴ്ചയിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ മാത്രമാണ് ഉപകരിക്കുക. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യമാണ് വീണ വിജയനെ സംബന്ധിച്ചിട്ടുള്ളത്. അവർ സർക്കാർ പദവിയിലോ രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിലോ ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയിരിക്കെ അവരെ സംബന്ധിച്ചുള്ള അന്വേഷണം ഒരു വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. അത് രാഷ്ട്രീയ പിന്തുണയുടെ സ്വാഭാവിക പ്രകടനമായിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച നിയമ നടപടിയെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഭിമാന പ്രശ്നമായി അവതരിപ്പിച്ചതോ എന്നത് പൊതുചർച്ചയ്ക്ക് വിധേയമാകേണ്ട വിഷയമാണ്. ഈ ചോദ്യങ്ങൾക്ക് അന്തിമ ഉത്തരങ്ങൾ നൽകേണ്ടത് രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, വസ്തുതകളും നിയമ നടപടികളുമാണ്. ജനാധിപത്യത്തിൽ ആരും നിയമത്തിന് അതീതരല്ല. അന്വേഷണ ഏജൻസികളുടെ നടപടികളും നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിലായിരിക്കണം. അതുപോലെ അന്വേഷണത്തെ എതിർക്കുന്നവരുടെ പ്രതികരണവും നിയമപരിധിക്കുള്ളിലായിരിക്കണം. ഒരു കേസിന്റെ പേരിൽ സംഘർഷവും നാശനഷ്ടവും സൃഷ്ടിക്കുന്ന സാഹചര്യം ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ല. ഈ സംഭവത്തിൽ ആരാണ് ഉത്തരവാദികൾ എന്നത് നിയമം തീരുമാനിക്കട്ടെ. എന്നാൽ ഭാവിയിൽ ഇത്തരമൊരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ സംഘടനകളും അവരുടെ പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം വ്യക്തമായിരിക്കണം. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെയും അഭിമാനം ഉയർത്തുകയല്ല, മറിച്ച് അതിന്റെ പൊതുചിത്രത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്.